നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സാഹസികതയുടെയും വാക്സാമർത്ഥ്യത്തിൻ്റെയും കാരകനായി ചൊവ്വ 2025 ജനുവരി 21 കർക്കടകൻ രാശിയിൽ നിന്നും വക്രാവസ്ഥയിൽ ബുധൻ്റെ സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. 72 ദിവസത്തിന് ശേഷം ചൊവ്വ വീണ്ടും കർക്കടകൻ രാശിയിലേക്ക് സംക്രമിക്കും. സുഖം, പരാക്രമം, ധൈര്യം, ശൗര്യം, കീർത്തി, വിജയം, ഭൂമി, ഇളയ സഹോദരൻ എന്നിവയുടെയും കാരകനാണ് ചൊവ്വ. ഒരു ജാതകന് ചൊവ്വ അനുകൂലരാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ആ ജാതകൻ്റെ ചൊവ്വാദിശയിലോ അപഹാരത്തിലോ അവയുടെ നല്ല ഫലങ്ങൾ ലഭിക്കും. എന്നാൽ ചൊവ്വ ജാതകത്തിൽ അനുകൂലനല്ലാത്ത ജാതകന് ചൊവ്വാദിശയിലും അപഹാരത്തിലും ഈ അനുഭവങ്ങളാൽ ക്ലേശിക്കേണ്ടി വരും. 2025 ജനുവരി 21 ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ചന്ദ്രക്കൂറിൻ്റെ 3, 6, 11 എന്നീ രാശികളിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ആ രാശിക്കാർക്ക് ചൊവ്വ രാജയോഗപ്രദമായ അനുഭവങ്ങൾ നൽകും. ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ ജന്മരാശി അധിപനും 8ാം ഭാവാധിപനുമാണ് ചൊവ്വ. മേടൻ രാശിയുടെ 3ാം ഭാവത്തിലൂടെയാണ് ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും രാശിയായ 3ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ഉത്സാഹവും തൻ്റെ ഇടവും കൂടും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകും. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും. കർമ്മമേഖലയിൽ ഉയർച്ചയും കീർത്തിയും ഉണ്ടാകും. അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത രീതി ഉണ്ടാകും. മനോബലവും കഴിവും വർദ്ധിക്കും. കർമ്മരംഗത്തെ അധികാരികളുടെ പ്രീതി ലഭിക്കും. ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുടെ സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ്. വസ്തുലാഭം, ഗ്രഹലാഭം, ആഭരണലാഭം, വാഹനലാഭം എന്നിവയുണ്ടാകും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയും. സഹോദര ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സഹോദര സഹായം നൽകും. ബന്ധുമിത്രാദികളുടെ ഐക്യമുണ്ടാകും. ചൊവ്വ 8ാം ഭാവാധിപൻ കൂടിയാണ്. അതുകൊണ്ട് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. പൊതുവെ മേടക്കൂറുകാർക്ക് ഈ 72 ദിവസം ചൊവ്വയെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ലഭിക്കും. അങ്ങനെ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി മകരൻ രാശി. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി. മകരൻ രാശിയുടെ 4ഉം 11ഉം ഭാവാധിപനാണ് ചൊവ്വ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് മകരത്തിൻ്റെ 6ാം ഭാവത്തിലൂടെയാണ്. കള്ളന്മാർ, ശത്രുക്കൾ, വ്യാധി എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ 6ാം ഭാവം. എന്നാൽ ചൊവ്വയ്ക്ക് 6ാം ഭാവം അനുകൂല ഭാവമാണ്. ചൊവ്വ 6ാം ഭാവത്തിൽ നിന്നാൽ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ധനലാഭവും വസ്ത്രാഭരണാദി ലാഭവും പ്രശസ്തിയും എല്ലാ കാര്യങ്ങളിലും വിജയവും ശത്രുനാശവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാക്കുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ശാരീരികവും മാനസികവുമായ ബലം നൽകുന്നു. കടങ്ങൾ വീട്ടാൻ കഴിയും. സമാധാനം ലഭിക്കും. ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സരങ്ങളിൽ വൻ വിജയം ലഭിക്കും. ഏത് കാര്യങ്ങളിലും മുന്നേറാനുള്ള ധൈര്യം ഇവർക്ക് ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ലോണുകൾ ലഭിക്കും. ചുരുക്കത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിക്കാനുള്ള അവസരമാണിത്. ഈ അവസരം മകരൻ രാശിക്കാർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരംകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ 4, 9 ഭാവാധിപനാണ് ചൊവ്വ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചിങ്ങൻ രാശിയുടെ 11ാം ഭാവത്തിലൂടെയാണ്. ഇഷ്ടകാര്യ സാധ്യങ്ങളുടെയും ലാഭത്തിൻ്റെയും ഭാവമായ 11ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യവും സന്തോഷവും കാര്യലാഭവും ഉണ്ടാകും. ധനകാര്യ വസ്ത്രാദി ലാഭവും ഭൂമി ലാഭവും ഉണ്ടാകും.
ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കും. ധനാഗമങ്ങളുടെ ഭാവമായ 11-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ഭൂമി, വീട്, വാഹനം എന്നിവ അധീനതയിൽ വരും. ഭൂമി വിൽപ്പനക്കാർക്ക് സമയം വളരെ മെച്ചമാണ്. ബിസിനസ്സുകാർക്കും അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉപരിപഠനം എന്നിവ ഈ സമയത്ത് നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. പൊതുവെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരന്തരീക്ഷമായിരിക്കും ഈ 72 ദിവസം ചൊവ്വ നിങ്ങൾക്ക് നൽകുന്നത്. മുകളിൽ പറഞ്ഞ 3 രാശിക്കാർക്കാണ് ചൊവ്വയുടെ മിഥുനം രാശിയിലേക്കുള്ള സഞ്ചാര ഫലമായി രാജയോഗപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ള രാശിക്കാർ ദേവീ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും ഇവരുടെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുകയും ചെയ്യുക. എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.